ഹായ് ഗൈസ്, നമസ്കാരം. നമ്മളിന്നൊരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സ്റ്റഡ്സിൻ്റെ ഒരു എന്താ പറയുക ടോപ്പ് കേസ്. നമ്മൾ ഒരുപാട് നാളായിട്ട് ഇത് മേടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ടൂ വീലർ ഉപയോഗിക്കുന്ന ആളുകളാണ്, ഒട്ടുമിക്ക ആളുകളും. ഞാനും ഉപയോഗിക്കുന്ന ഒരു ബുള്ളറ്റാണ്. പക്ഷേ എവിടെ പോയാലും നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വെക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഒരു സ്പേസ് ഇല്ലാത്തൊരു സംഭവമായിട്ടാണ് തോന്നാറ്. ഇപ്പോൾ സൈഡ് ബോക്സ് വെക്കുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സൈഡ് ബോക്സിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഒരു ഇറിറ്റേഷനാണത്. കാലിങ്ങനെ ഹോൾഡ് ചെയ്തിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴത്തേന് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഈ സ്റ്റഡ്സിൻ്റെ, അതായത് നമ്മൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ലോ ബഡ്ജറ്റിലുള്ള 1599 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ടോപ്പ് കേസ്. അത് സ്റ്റഡ്സിൻ്റെയാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ വീഡിയോയും പറയുന്നത് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ബോക്സ് ഇട്ടാ സ്റ്റഡ്സിൻ്റെ ടോപ്പ് കേസാണ്. ഇതിൻ്റെ വില വരുന്നത് 1599 രൂപയാണ്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ, ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണത്, ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റോറേജ് സ്പേസ് എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു കേസ് ഇട്ടാ. നല്ല അടിപൊളി. ഇതാണ് ഇതിൻ്റെ ഉള്ളിലിട്ട സംഭവം. ഞാൻ ഫിറ്റ് ചെയ്യാത്ത കാരണം ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. ഇതാണ് ടോപ്പ് കേസ് ഇൻസ്റ്റാളേഷൻ മാനുവൽ. കാരണം ഇതെങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാനുള്ളൊരു ബ്രൗഷറാണ്. പിന്നെ സ്റ്റഡ്സിൻ്റെ ഒരു കീ ചെയിൻ ഉണ്ട് കേട്ടോ, അടിപൊളി ഒരു കീ ചെയിൻ കൊടുത്തിട്ടുണ്ട് സ്റ്റഡ്സിൻ്റെ. പിന്നെ ഇത് നമ്മളിത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന നെറ്റ് ബോൾട്ടാണ് ഇതിൻ്റെ, അതുണ്ട്. പിന്നെ ഇതൊരു സംഭവമാണ്. ഇത് നമുക്കിങ്ങനെ ഈ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഈ സൈഡിൽ ഇങ്ങനെ വിൽക്കാവുന്ന ഒരു സംഭവമാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലിടാനായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ള സ്റ്റഡ്സ് എന്ന് എഴുതിയ ഒരു മാറ്റ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഇത് നമ്മളിതിൻ്റെ അടിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിൻ്റെ ഈ അടിഭാഗത്താണ് നമ്മൾ നെറ്റ് ബോൾട്ട് ചെയ്യേണ്ട ഈ സ്ക്രൂസ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളിതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണെന്നുള്ളത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ സംഭവം. എന്തായാലും നമുക്ക് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ നമുക്ക് സാധനങ്ങൾ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു സംഭവമാണ്. ഇത് വാങ്ങിച്ചെന്ന് വെച്ചാൽ നഷ്ടം വരില്ല. കാരണം നമുക്കത് മനസ്സിലാവും, ഒരു യാത്രയിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിനകത്തില്ല. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് എടുത്ത് വെക്കുക എന്നുള്ളതും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യണതിലേക്ക് പോകട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു 4 വാഷുണ്ട്. ഈ വാഷ് ഇടുക, ഇതിൻ്റെ അടിയിലേക്ക് ഈ നെറ്റ് ബോൾട്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെൽമെറ്റാണ്, സ്റ്റഡ്സിൻ്റെ ആണ് ഈ ഹെൽമെറ്റ്. ഈ ഹെൽമെറ്റ് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വയ്ക്കാം. ഇതിനകത്ത് ഈ ഹെൽമെറ്റ് മാത്രമല്ല കേട്ടോ, ഒരു ജാക്കറ്റ് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്, ഒരു ക്യാപ്പ് ഉണ്ട്, പിന്നെ അത്യാവശ്യം ടൂൾസ് ഉണ്ട്. പിന്നെ ഞാൻ ഒരു ബാഗ് കൂടി വയ്ക്കാറുണ്ട്. അത് പിന്നെ അതിപ്പോൾ വെച്ചിട്ടില്ല. അതായത് നമ്മൾ ഹെൽമെറ്റ് വെച്ച് ക്ലോസ് ചെയ്ത് കൂട്ടി ഹെൽമെറ്റ് വരുന്ന അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഇത്രയും കപ്പാസിറ്റി ഉണ്ട് ഇതിനകത്ത്. കാരണം ഹെൽമെറ്റ് നമ്മളെപ്പോഴും വയ്ക്കില്ല. ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ, നമ്മൾക്ക് പോകുന്ന എന്തെങ്കിലും യാത്ര പോകുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇത് സ്റ്റോർ ചെയ്യുക. പിന്നെ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അതും 3 കിലോ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയണത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുക. 3 കിലോ എന്ന് പറയണത് അവർ പറയണത് ജസ്റ്റ് കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. കാരണം ഇതിനകത്ത് സാധനങ്ങൾ നമ്മൾ വെക്കുന്ന പോലെ ഇരിക്കും ഇതിനകത്ത് കൂടുതൽ വയ്ക്കുക. കാരണം വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഒതുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങളിരിക്കും. ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഓരോരുത്തർക്കും കംഫർട്ടായ രീതിയിൽ കുറഞ്ഞ ചിലവിൽ, അതായത് ലോ ബഡ്ജറ്റിലൊക്കെ വാങ്ങാവുന്ന
അടിപൊളി ഒരു ബോക്സാണ് സ്റ്റഡ്സിൻ്റെ ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷെ അത് നോക്കിയിട്ട് വാങ്ങണ്ട, കാരണം നിങ്ങൾ തന്നെ ഓൺലൈനിൽ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സൈറ്റുകളിലും പല റേറ്റാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.